അപ്പോൾ തെരളിയപ്പം ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് ശർക്കര ചേർക്കുന്നു. അപ്പോൾ ശർക്കര ഇട്ടു. അടുത്തത് തേങ്ങ ഇടുകയാണ്. നമുക്കിവിടെ ഇത്ര തേങ്ങയുടെ എണ്ണം ഒന്നല്ല നമ്മൾ പറയുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ബോക്സിലാണ് നമുക്ക് തേങ്ങ കിട്ടുന്നത്. രണ്ട് മൂന്നാല് ഏലക്കയും എടുത്ത് പൊടിച്ചിടുന്നുണ്ട്. അത് പൊടിക്കാൻ ഇച്ചിരി പ്രയാസമാണിത്. അപ്പൊ നമ്മൾ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് ആഡ് ചെയ്തിട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടത്. ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുവാണ്. ഏലക്ക പൊടിച്ച് വിചാരിക്കും ഈ വെള്ളപ്പൊടി എന്തോന്ന്, ഇത് നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് ഏലക്ക നമുക്ക് പൊടിഞ്ഞിട്ടാൻ വേണ്ടി ചേർത്തതാണ്. പിന്നെ അതിന് 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് മാവ് കുഴയ്ക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് നമുക്കിടാം. ഒരു നുള്ളു ഒരു മധുരം ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മളിട്ട്. ഇതാണ് നമ്മുടെ ഷെഫ് ധന്യ. നമ്മൾ അരിപ്പൊടിയും ഗോതമ്പ് മാവും കൂടെ മിക്സാക്കി. എന്തിടിയാ ഗോതമ്പ് മാവ്, അരിപ്പൊടിയും ഗോതമ്പ് മാവും കൂടെ മിക്സാക്കി. ഇത് അളവ് നമുക്ക് കുറച്ച് അളവ് മാത്രമൊന്നുമില്ല. ഇത് ഇതിനകത്ത് വീഴുന്ന ആട്ടയും കുറച്ചിട്ട് അരിമാവിനെ പിടിച്ചേക്കണ്ടേ. ആട്ടയും കുറച്ചിട്ട് നമ്മളതൊന്ന് കുഴച്ച് മാവ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം ആദ്യം. പക്ഷെ ഇത് മതിയാവും കൂടി. മതി. ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നമ്മൾ നല്ലോണക്ക് ഇളക്കിയെടുക്കുക. എല്ലാം കൂടെ മിക്സാക്കി ഇളക്കിയെടുത്തിട്ട് പഴം നമുക്ക് നാട്ടിൽ കിട്ടുന്ന പാളയംകുടം കിട്ടാത്തത് കൊണ്ട് നമ്മളിവിടെ നമുക്ക് ഈ പഴം ഇവിടെ നമുക്ക് കിട്ടത്തുള്ളൂ. പാളയംകുടം ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫിലിപ്പീനി പഴം നമ്മുടെ പച്ചച്ചിങ്ങനെ ആയിരിക്കണം. ഫിലിപ്പീനി പഴം എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. ചിങ്ങപ്പഴമായിരിക്കും. തിമ്മൂന്റെയോ ജാമിയുടെയൊക്കെ വരുമോ. നല്ല കണക്ക് കുഴയ്ക്കുക. നന്നായിട്ട് കുഴച്ചു 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതാവും. അതാണ് ഈ പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി എന്താന്ന് വെച്ചാൽ ഇനി നമ്മൾ നമ്മുടെ ഇലയിൽ നിറയ്ക്കണം. അതിന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം.